നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽപ്പണവേട്ട. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും 7 ലക്ഷത്തോളം രൂപ പിടികൂടി. അശാസ്ത്രീയമായ പദ്ധതി തയ്യാറാക്കൽ. ജനങ്ങൾക്കുപകാരമില്ലാതെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡ്. പറപ്പാടി മഖാമുറൂസിന് തുടക്കമായി. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തി. KSSPA ഉദുമ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ചട്ടഞ്ചാലിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽപ്പണവേട്ട. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും 7 ലക്ഷത്തോളം രൂപയാണ് പിടികൂടിയത്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റിലുൾപ്പെടെ വാഹന പരിശോധന ശക്തമാണ്. മഞ്ചേശ്വരം വാമഞ്ചൂർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും രേഖകളില്ലാത്ത 7 ലക്ഷത്തോളം രൂപ പിടികൂടി. കുമ്പളാജെ പിലാങ്കട്ട സ്വദേശി മണി പ്രശാന്ത് എന്നയാളിൽ നിന്നുമാണ് രേഖകളില്ലാതെ കടത്തിയ 6,80,600 രൂപ എക്സൈസ് ഇൻസ്പെക്ടർ സുനീഷ് KVയും സംഘവും പിടികൂടിയത്. കർണാടകയിൽ നിന്നും കടത്തുവാൻ ശ്രമിച്ച ഹവാല പണമാണ് സ്വകാര്യ ബസ്സിൽ നിന്നും കണ്ടെടുത്തത്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അതിർത്തികളിൽ വാഹന പരിശോധന ശക്തമാണ്. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുഹമ്മദ് കബീർ BS, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിജു GS, അരുൺ RK എന്നിവരും കുഴൽപ്പണം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് പ്രതിയെ പണത്തോടും കേസ് രേഖകളോടുകൂടി മഞ്ചേശ്വരം പോലീസിന് കൈമാറി. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡ്. 5 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിൽ മഴവെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനം പോലും ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം. അശാസ്ത്രീയമായ പദ്ധതിയാണ് റോഡിനായി അവലംബിച്ചതെന്നും ഇത് എഞ്ചിനീയറുടെ അനാസ്ഥയാണെന്നുമുള്ള ആരോപണവും ശക്തമാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത അവസ്ഥയിലാണ്. എഞ്ചിനീയറുടെ അശാസ്ത്രീയമായ പദ്ധതി തയ്യാറാക്കലാണ് റോഡിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാതെ പോകുവാനുള്ള കാരണമെന്നാണ് പരാതി. റോഡ് നിർമ്മാണത്തിനിടെ മഴവെള്ളം ഒഴുകിപ്പോകുവാനുള്ള ചാനൽ സംവിധാനം ഒരുക്കാത്തതും റോഡിൻ്റെ വീതി കുറച്ച് ഉയരം കൂട്ടിയതും പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. മഴ പെയ്യുന്ന സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. വീതി കുറവായത് കാരണം ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളും സാധാരണ യാത്രക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ അഗ്നിശമന വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ പ്രയാസപ്പെട്ടു പോകേണ്ട അവസ്ഥയായിരിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം പ്രദേശവാസികൾ റോഡ് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞ് എഞ്ചിനീയറുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തി. എഞ്ചിനീയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധത്തിലൂടെ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന നേതാവുമായ KR ജയാനന്ദ സംഭവസ്ഥലത്തെത്തി. അശാസ്ത്രീയ പദ്ധതിയിലൂടെ ജനങ്ങളുടെ പണം പാഴാക്കിയ എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യണമെന്നും ഈ വിഷയത്തിൽ വിജിലൻസിന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ റോഡ് പൂർത്തിയായാൽ ഈ 2 സൈഡിലുള്ള എല്ലാ കടക്കാർക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും കച്ചവടം നടത്താൻ കഴിയില്ല. മഴ വന്നാൽ കഴിഞ്ഞ ദിവസം 3.5 മണിക്കൂർ മഴ വന്നിട്ട് 348 സെൻറ്റിമീറ്ററാണ് ഈ മഞ്ചേശ്വർ പരിസരത്ത് മഴ വന്നത്. അന്ന് മുഴുവൻ പ്രദേശവും മുങ്ങി. ഈടെയെങ്കിൽ 48 മണിക്കൂർ മഴ വന്നാൽ ഈടെ ഒരു കടയുണ്ടാവില്ല, ഈടെ നടന്നു പോകാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥക്കാണ് ഈ റോഡിൻ്റെ വർക്ക് എത്തിച്ചുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, ഈ ഒരു ദിവസം 5-6 ട്രെയിൻ നിൽക്കുന്ന പ്രദേശമാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ. 1000 കണക്കിന് ആൾക്കാരാണ് ട്രെയിനിലേക്ക് പോകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ അപകടം സംഭവിച്ചാൽ ഈ റോഡിലാണ് ഫയർഫോഴ്സ് പോകേണ്ടത്. എങ്ങനെ ഫയർഫോഴ്സ് പോകും? എന്തെന്നൊരു വണ്ടി വന്നാൽ താഴെ ഇറക്കാൻ ആവില്ല. ഈ എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് ആക്കുമ്പോൾ തലയിൽ എന്തെങ്കിലും ബോധം വേണ്ടേ ഒരു എസ്റ്റിമേറ്റ് അയച്ചു കൊടുക്കാൻ? ഇങ്ങനത്തെ ഒരു എസ്റ്റിമേറ്റ് അയച്ച് ആരെങ്കിലും എഞ്ചിനീയർമാർ കൊടുക്കുക. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി എടുക്കേണ്ടതാണ്. ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടിച്ച് വിജിലൻസിന് പരാതി കൊടുക്കും, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് നടപടി എടുക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. CPIM നേതാക്കളായ അഷ്റഫ് കുഞ്ചത്തൂർ, കമലാക്ഷ കെ, കരുണാകര ഷെട്ടി, സാമൂഹിക പ്രവർത്തകനായ ഫാറൂഖ് ഉസ്മാൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു.
എഞ്ചിനീയറുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും റോഡിന്റെ പൂർത്തീകരണത്തോടെ പൂർണ്ണമായ മഴവെള്ള ചാനൽ സംവിധാനമൊരുക്കണമെന്നും ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അബ്ദുൽ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പറപ്പാടി മഖാം ഉറൂസിന് തുടക്കമായി. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ഉറൂസിന്റെ ഭാഗമായുള്ള മതപ്രസംഗ പരമ്പരയിൽ പ്രമുഖ വാഗ്മികൾ പ്രഭാഷണം നടത്തും. പറപ്പാടി മഖാം ഉറൂസിന് തുടക്കമായി. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് 11 ദിവസത്തെ ഉറൂസിന് തുടക്കമായത്. മതരംഗത്തെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ സിയാറത്ത്, പ്രാർത്ഥന, വനിതാ ക്ലാസ്, പ്രഭാഷണങ്ങൾ എന്നിവ ഉറൂസിന്റെ ഭാഗമായി നടക്കും. 10 ദിവസത്തെ മതപ്രസംഗ പരമ്പരയിൽ പ്രമുഖ വാഗ്മികൾ പങ്കെടുക്കും. 29 രാവിലെ 5:30 മൗലീദ് പാരായണത്തിന് ത്വാഹ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകും. രാവിലെ 10 മണിക്ക് ആയിരങ്ങൾ സംബന്ധിക്കുന്ന അന്നദാനത്തോടുകൂടി ഉറൂസ് സമാപിക്കും. ഉറൂസിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSSPA ഉദുമ നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ചട്ടഞ്ചാൽ അർബൻ ബാങ്ക് ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചട്ടഞ്ചാൽ അർബൻ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച KSSPA ഉദുമ നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു DA, അടുത്ത തെരഞ്ഞെടുപ്പ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരു DA പ്രഖ്യാപിക്കും, അടുത്ത നിയമസഭ വരുമ്പോൾ ഒരു DA. ഇതാണ് സൂക്കേട്. 39 മാസമില്ല, 40 മാസം ആർക്കും ഒരു മിണ്ടാട്ടില്ലല്ലോ. ഇത് ഇവരുടെ വിചാരം എന്തൊക്കെ പെൻഷനേഴ്സ് അസോസിയേഷൻകാരുടെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമുള്ള സംഭവം ആണെന്ന്. എല്ലാവരും ഉണ്ട്. INDC-കാരൻ, IUC-കാരൻ പറയും, CUT-കാരൻ അവൻ്റെ കാര്യം പറയും, ഓരോരാൾ KSRTC-കാരൻ എല്ലാവരും ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടേത് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് പ്രസിഡന്റ് V. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. KV ഭക്തവത്സലൻ, മണികണ്ഠൻ ഓമ്പയിൽ, N. ബാലചന്ദ്രൻ, K. ശൈലജാകുമാരി, M. ഗീത, KV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി MK ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. M. ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. K. സരോജിനി, PP ബാലകൃഷ്ണൻ, MU തോമസ്, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, C. അശോക് കുമാർ, ബാബു മണിങ്കാനം, ഗീതാബായ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ചർച്ചയിൽ VK കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. KB ശ്രീധരൻ, A. ദാമോദരൻ, K. ലക്ഷ്മണ, K. ചാത്തുക്കുട്ടി നായർ, BT രമേശൻ, തമ്പാൻ കാനത്തൂർ, P. നാരായണൻ, അബ്ദുൽ ഖാദർ ബേടകം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ വൈദ്യുതി മുടക്കിയ ആളെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. ഒരു കൂറ്റൻ പെരുമ്പാമ്പായിരുന്നു വില്ലൻ. അമേ റോഡ് ജംഗ്ഷന് സമീപത്തെ HT ലൈനിലായിരുന്നു ആൾ വീണ് കിടപ്പുണ്ടായിരുന്നത്. സ്നേക്ക് റെസ്ക്യൂവർ എത്തി പാമ്പിനെ താഴെ എത്തിച്ചതോടെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനായത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും MG റോഡിലേക്കുള്ള ഫീഡറിൽ രാവിലെ 7 മണിയോടെയാണ് അപ്രതീക്ഷിതമായി വൈദ്യുതി മുടങ്ങിയത്. വൈദ്യുതി നിലച്ചതോടെ വ്യാപാരികളും വീട്ടുകാരുമെല്ലാം വൈദ്യുതി ഓഫീസിലേക്ക് ഫോൺ വിളിക്കുവാൻ തുടങ്ങി. എന്നാൽ വൈദ്യുതി മുടങ്ങിയത് എങ്ങനെയാണെന്ന് വ്യക്തമായില്ല. ഉടൻ തന്നെ KSEB സബ് എഞ്ചിനീയർ സദർ റിയാസിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തുകയും ഫീഡർ ഡ്രിപ്പായതായി കണ്ടെത്തുകയും ചെയ്തു. വീണ്ടും ചാർജ് ചെയ്തുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്ന് ജീവനക്കാർ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിലെ അമേ റോഡ് വരെ നടത്തിയ പരിശോധനയിലാണ് വൈദ്യുതി മുടക്കിയ വില്ലനെ കണ്ടെത്തിയത്. അമേ റോഡ് ജംഗ്ഷന് സമീപത്തെ മരത്തിൽ നിന്നും HT ലൈനിലേക്ക് വീണുകിടക്കുന്ന നിലയിലാണ് കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ അടുക്കത്ത് ബയലിലെ അമീനെ വിളിച്ചു വരുത്തി. ഷോക്കേറ്റതിനാൽ ചത്ത നിലയിലായിരുന്നു പാമ്പ്. അമീൻ KSEB ജീവനക്കാരുടെ സഹായത്തോടെ തോട്ടി ഉപയോഗിച്ച് പെരുമ്പാമ്പിനെ താഴെ ഇറക്കി. പിന്നീട് ചത്ത പാമ്പിനെ ചാക്കിലാക്കി തുടർ നടപടികൾക്കായി വനം വകുപ്പ് ജീവനക്കാർക്ക് കൈമാറി. തുടർന്നാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയ പെരുമ്പാമ്പിനെ കാണുവാൻ നിരവധി പേരാണ് സ്ഥലത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
നിർമ്മിച്ച് 1 വർഷം പിന്നിടുമ്പോഴും വിദ്യാർത്ഥികളുടെ പരിചരണത്തിൽ സ്നേഹാരാമങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. NSS സപ്തദിന ക്യാമ്പുകളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ നാട്ടുകാർക്ക് അനുഗ്രഹമാണ്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കാടുമൂടിയും വള്ളിപ്പടർപ്പുകൾ പടർന്നും ആരും ശ്രദ്ധിക്കാതെയിരുന്ന ഭാഗം ശുചീകരിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 4 സ്കൂളുകളിൽ നിന്നെത്തിയ NSS വളണ്ടിയർമാരാണ് നാട്ടുകാരുടെ ഹൃദയാരാമമായി മാറിയ പൂന്തോട്ടം നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് അവധിക്കാലത്ത് നിർമ്മിച്ച സ്നേഹാരാമത്തിന് ഇരിപ്പിടങ്ങളും മുളവേലികളും ഒരുക്കിയിരുന്നു. പലതരത്തിലുള്ള പൂച്ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ച NSS വളണ്ടിയർമാർ നിർമ്മിതികൾക്ക് പെയിന്റ് നൽകി മോടി കൂട്ടുകയും ചെയ്തിരുന്നു. നിർമ്മിച്ച് 1 വർഷം പൂർത്തിയാവുമ്പോഴും ചെടികൾ നനച്ചും തകർന്ന മുളവേലികൾ പുതുക്കിയും നിറങ്ങൾ നൽകിയും നവീകരിച്ചത് NSS വളണ്ടിയർമാരെ നാട്ടുകാരുടെ അഭിനന്ദന പാത്രമാക്കുകയാണ്. നാഷണൽ സർവീസ് സ്കീമിലെ വളണ്ടിയർമാർ മാതൃകാ സാമൂഹ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നതെന്ന് കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ PP അബൂബക്കർ KCN ന്യൂസിനോട് പറഞ്ഞു. നമ്മളെ കുട്ടികളുടെ നല്ല പരിശ്രമത്തിന് ഫലമായിട്ട് ഇത് നിർമ്മിക്കുകയും ഇത് തുടർച്ചയായി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ച ഇപ്പോൾ നമ്മുടെ കുട്ടികൾ വീണ്ടും കഴിഞ്ഞ വർഷത്തെ 2ാം വർഷ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് ഒരുപാട് പരിശ്രമ ഫലമായി വീണ്ടും അതിന് ജീവൻ കിട്ടിയെന്നാണ്, പുതുജീവൻ കിട്ടി. എന്തായാലും ഇത് നിർത്തി പോകാൻ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം ഓഫീസർ നമ്മുടെ ആ ബാച്ചിലുള്ള കുട്ടികളുടെ തീരുമാനം. എന്തായാലും നമുക്കറിയാം, സാധാരണ ജൂൺ 5 നട്ട തൈയുടെ ആ കുഴിയിലാണ് സാധാരണ 2ാമത്തെ വർഷം വീണ്ടും അടുത്തൊരു മരം നടുന്നത്. അതിന് പകരമായി ഇത് നിർത്തിപ്പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഇത് വെച്ചിട്ടുണ്ട്. പഠന പ്രവർത്തനങ്ങൾക്കിടയിലും മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഏറെ ശ്രമകരമായ പൂന്തോട്ടമൊരുക്കി പരിപാലിക്കുന്നത്. പ്രദേശത്തുള്ള രക്ഷിതാക്കളും നാട്ടുകാരും ചെടികൾ നനയ്ക്കുന്നതിനും മറ്റും സഹായിക്കാറുമുണ്ട്. ഉറുമിസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുവാൻ ചെറുവത്തൂർ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിനോദ വിജ്ഞാന ഉപാധികളും വിപണന സ്റ്റാളുകളുമായുള്ള ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ഫെസ്റ്റ് നഗരിയുടെ ഉദ്ഘാടനം ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. ചെറുവത്തൂർ മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ഫെസ്റ്റ് നഗരിയുടെ ഉദ്ഘാടനം ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. പൊതുസമൂഹവും വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉൾപ്പെടെ യുവജന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ മഹിളാ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ളവരുടെ ഇടപെടലും സഹായവും ഇതിലുണ്ടാകുമെന്നുള്ള സംശയം. 3 ആഴ്ചക്കാലം ചെറുവത്തൂരിന് ആഘോഷമൊരുക്കുന്ന ഫെസ്റ്റിലെ റോബോട്ടിക് ആനിമൽ ഷോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫും ബേർഡ്സ് പാരഡൈസ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും വിപണന സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളയും പുഷ്പമേള രക്ഷാധികാരി PP മുസ്തഫയും അമ്യൂസ്മെന്റും ഫുഡ് കോർട്ടും ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് CH അബ്ദുൽ റഹീമും ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അധ്യക്ഷ CV പ്രമീള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി തുടർന്നു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുവാൻ നടത്തിവരുന്ന ചെറുവത്തൂർ ഫെസ്റ്റിൻ്റെ 7ാം സീസണിൽ വേറിട്ട ഇനങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ആനിമൽസ് ഫുഡ് കോർട്ട്, പുഷ്പ ഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി, സെൽഫി സ്പോട്ടുകൾ, വിപണന സ്റ്റാളുകളും അമ്യൂസ്മെൻറ്റ് പാർക്കും ഏറെ ആകർഷകമാണ്. എല്ലാ ദിവസവും വിവിധ സാംസ്കാരിക പരിപാടികളും ഫെസ്റ്റിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P പത്മിനി, രാജേന്ദ്രൻ പയ്യാടക്കത്ത്, വർക്കിംഗ് ചെയർമാൻ C രഞ്ജിത്ത്, ജനറൽ കൺവീനർ KV സതീശൻ, മർച്ചൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ C ചന്ദ്രൻ, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, തിമിരി ബാങ്ക് പ്രസിഡന്റ് T ശശിധരൻ, AV ദാമോദരൻ, K ബാലകൃഷ്ണൻ, മുകേഷ് ബാലകൃഷ്ണൻ, TV റിയാസ്, AK ചന്ദ്രൻ, PT കരുണാകരൻ, M ലീലാവതി, AK അൻസാർ, C പ്രസീത എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ടൗണിൽ ഘോഷയാത്രയും നടന്നു. ഉറുമിസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ മലപ്പുറം സ്വദേശിനി മറിയം ജുമാന 10 വർഷം മുൻപ് പഠിച്ചിറങ്ങിയ സ്കൂളിൽ തിരികെയെത്തി. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS സ്കൂളിലെത്തിയ മറിയം ജുമാനയെ നാട് ആദരിച്ചു. 19ാം വയസ്സിൽ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ മലപ്പുറം സ്വദേശിനി മറിയം ജുമാന 10 വർഷം മുൻപ് പഠിച്ച സ്കൂളിൽ തിരികെയെത്തി സ്നേഹാദരവ് ഏറ്റുവാങ്ങി. കാഞ്ഞങ്ങാട് കടപ്പുറം PPTS സ്കൂളിലെത്തിയ മറിയം ജുമാനയെ ബിന്ദു ടീച്ചർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു.
സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെയും ആദരവ് ഏറ്റുവാങ്ങി. എന്നെ നെല്ലിക്കുന്ന് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ P രാജീവൻ സ്വാഗതം പറഞ്ഞു. AEO മിനി ജോസഫ്, നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. CK അഷ്റഫ്, റസിയ ഗഫൂർ, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, PK സുബൈർ, ഹസൈനാർ, CH മുസ്തഫ, LK ഇബ്രാഹിം, CH അഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് NA ഖാലിദ്, നജ്മുദ്ദീൻ CH, റസീന എന്നിവർ വിവിധ ഉപഹാരങ്ങളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. PK അബ്ദുള്ള കുഞ്ഞി, C യൂസഫ് ഹാജി, A ഹമീദ് ഹാജി, സുജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അബ്ദുൽ ഷരീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ജുമാനയുടെ പിതാവ് അബ്ദുൽ ഉമർ ഫൈസിയും മാതാവ് ഉമൈബാനുവും കൂടെയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുസ്ലിം സർവീസ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വഖഫ് നിയമം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. 21-ന് കാഞ്ഞങ്ങാട് ബിഗ് മാളിലാണ് സെമിനാർ. മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾക്കും മഹല്ല് ഖത്തീബ് ഇമാമുമാർക്കും മുസ്ലിം സംഘടനാ പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും വഖഫ് നിയമത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 21-ന് കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സെമിനാർ സംഘടിപ്പിക്കും. വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും. MSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VKP ഇസ്മായിൽ ഹാജിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് NA നെല്ലിക്കുന്ന് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. MSF സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ നാസർ PM, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് C കുഞ്ഞാമദ് ഹാജി പാലക്കി, കീഴൂർ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി കല്ലട്ര മാഹിൻ ഹാജി, പള്ളിക്കര സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KA ബക്കർ, തൃക്കരിപ്പൂർ സംയുക്ത ജമാഅത്ത് സെക്രട്ടറി TCA റഹിമാൻ, MSF ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് MP ഷാഫി ഹാജി തുടങ്ങിയവർ സംസാരിക്കും. സംഘാടക സമിതി ചെയർമാൻ A ഹമീദ് ഹാജി സ്വാഗതവും ജില്ലാ സെക്രട്ടറി കബീർ ചെർക്കള നന്ദിയും പറയും. വാർത്താ സമ്മേളനത്തിൽ VKP ഇസ്മായിൽ ഹാജി, A ഹമീദ് ഹാജി, കബീർ ചെർക്കളം, A അബ്ദുള്ള, സമീർ ആമസോണിക്സ്, P കുഞ്ഞബ്ദുള്ള ജിദ്ദ, PM ഫൈസൽ, ഖാലിദ് C പാലക്കി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ വടംവലി മത്സരത്തിന് ആവേശകരമായ സമാപനം. പുരുഷ വിഭാഗത്തിൽ മടിക്കൈ പഞ്ചായത്തും വനിതാ വിഭാഗത്തിൽ പള്ളിക്കര പഞ്ചായത്തും ജേതാക്കളായി. പുല്ലൂർ AKG ഗ്രൗണ്ടിൽ നടന്ന വടംവലി മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ മടിക്കൈ, പുല്ലൂർ പെരിയ, പള്ളിക്കര ഗ്രാമപഞ്ചായത്തുകൾ മാറ്റുരച്ചു. മടിക്കൈ പഞ്ചായത്ത് 1-ാം സ്ഥാനവും പുല്ലൂർ പെരിയ പഞ്ചായത്ത് 2-ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ അജാനൂർ, മടിക്കൈ, പള്ളിക്കര, പുല്ലൂർ പെരിയ പഞ്ചായത്തുകൾ മത്സരിച്ചതിൽ പള്ളിക്കര പഞ്ചായത്ത് 1-ാം സ്ഥാനം നേടി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അബ്ദുറഹ്മാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സീത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ MG പുഷ്പ, A ദാമോദരൻ, BDO S ഹരികൃഷ്ണൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജോയിന്റ് BDO അനീഷ്, പുല്ലൂർ പെരിയ പഞ്ചായത്ത് VEO പീതാംബരൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് മെമ്പർമാരായ MV നാരായണൻ, P പ്രീതി, AKG ക്ലബ്ബ് പ്രതിനിധികളായ A കൃഷ്ണൻ, അരുൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽപ്പണവേട്ട. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും 7 ലക്ഷത്തോളം രൂപ പിടികൂടി. അശാസ്ത്രീയമായ പദ്ധതി തയ്യാറാക്കൽ. ജനങ്ങൾക്കുപകാരമില്ലാതെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ റോഡ്. പറപ്പാടി മഖാമുറൂസിന് തുടക്കമായി. സയ്യിദ് K സലി തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തി. KSSPA ഉദുമ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം ചട്ടഞ്ചാലിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.